ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് പോകുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചിട്ട് ഏകദേശം 1 മാസമാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ബിഗ് ബോസിന്റെ 8ാമത്തെ സീസൺ ഉടൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഇടുന്ന യൂട്യൂബ് ചാനലുകളിലും ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം പേജുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ന്യൂസാണിത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏപ്രിൽ മാർച്ച് മാസങ്ങളായിട്ട് വരാനായിട്ട് പോകുന്നു. ഈ പറയുന്ന സീസൺ 7 അവസാനിച്ച് വളരെ പെട്ടെന്ന് തന്നെ സീസൺ 8ലേക്ക് പോകാനായിട്ട് എല്ലാ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സും എല്ലാം തന്നെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. മറ്റൊന്നുമല്ല, ഇനിയിപ്പോൾ ഒരു അടുത്ത സീസണെ പറ്റി ചിന്തിക്കാനായിട്ട് നമുക്ക് വലിയ താമസം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം സ്വന്തമായിട്ട് നമ്മളൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള സീസണുകളിൽ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീസൺ നമ്മളിപ്പോൾ ഒരു സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സീസണിലേക്ക് പോകാനായിട്ട് ഏറ്റവും കുറഞ്ഞത് 9 മാസം സമയമെടുക്കും. അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്ന കാര്യം മറ്റുള്ള ലാംഗ്വേജുകളുടെ സെറ്റിലാണ് നമ്മൾ ബിഗ് ബോസിൻ്റെ മലയാളം സീസൺസ് കണ്ടക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തമായിട്ട് ബിഗ് ബോസ് മലയാളം ഒരു സെറ്റ് വാങ്ങിയത് കൊണ്ട് നമുക്കിനി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട, അതായത് മറ്റേ ഈ പറയുന്ന മറ്റുള്ള സീസണുകളിൽ അവസാനിക്കാനായിട്ടും മറ്റുള്ള ലാംഗ്വേജുകളിലെ ബിഗ് ബോസ് അവസാനിക്കാനായിട്ടും കാത്തിരിക്കേണ്ട ആവശ്യം ഇപ്പം നമ്മുടെ മലയാളം സീസൺ ഇല്ല. എപ്പോൾ വേണമെങ്കിലും സ്വന്തമായിട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു സെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ക്രൂ മെമ്പേഴ്സിനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ബിഗ് ബോസിന്റെ അണിയറയിൽ ഒരുപാട് അഴിച്ചുപണികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സീസൺ 7 അവസാനിച്ച സാഹചര്യത്തിൽ അധികം ഡിലേ വരാതെ തന്നെ ഏകദേശം ഒരു 4-5 മാസം ഗ്യാപ്പ് എടുത്തിട്ട് അടുത്തൊരു സീസൺ 8ലേക്ക് ചിന്തിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു സീസൺ 8 നമുക്ക് അധികം വൈകാതെ തന്നെ കാണാൻ പറ്റുമെന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ്. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അധികം വൈകാതെ തന്നെ കിട്ടുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ട് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ ക്ഷണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അവരെയൊക്കെ ആദ്യം ഏഷ്യാനെറ്റും എൻ്റെമോൾ ഷൈനൊക്കെ ആദ്യം വിളിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എപ്പോഴും ബിഗ് ബോസിൻ്റെ കയ്യിൽ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും. ആ പ്രയോറിറ്റി ലിസ്റ്റ് പ്രകാരമുള്ള കണ്ടസ്റ്റൻസിനെ വിളിച്ചതിന് ശേഷമായിരിക്കും മറ്റുള്ള വ്യക്തികളിലേക്ക് ഇവർ മാറി ചിന്തിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതൊക്കെ ഇനിയിപ്പോൾ പുറത്തേക്ക് വരാനായിട്ടുള്ള പല പല സാധ്യതകളും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ മാർച്ച് മാസമാണെങ്കിൽ ഏകദേശം ഒരു 3-4 മാസത്തെ ഗ്യാപ്പ് ആയിരിക്കും ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 8ാം സീസൺ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് അവരുടെ അടുത്ത് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരുപാട് കണ്ടസ്റ്റൻസിന് അധികം വൈകാതെ തന്നെ കോളും കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു സീസൺ ഈ പറയുന്ന പോലെ മാർച്ച് മെയ് ഏപ്രിൽ എന്നീ മാസങ്ങളിലൊക്കെ വരുമെന്നുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ട് ബിഗ് ബോസ് സീസൺ 8 തുടങ്ങാനായിട്ടുള്ള സാധ്യതയാണെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും. കാരണം സെറ്റ് റെഡിയാക്കണം. സെറ്റ് ഇപ്പോൾ സീസൺ 7 അവസാനിച്ചതേ ഉള്ളൂ. അവിടെ നിന്നൊക്കെ മാറ്റി പുതിയൊരു സെറ്റിന് ഡിസൈൻ കൊടുക്കണം. ആ ഒരു സെറ്റ് അവിടെ പണിയണം. അതിനൊക്കെ ഒരുപാട് നാളുകൾ സമയം വേണം. അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യില്ല, അതൊക്കെ വലിയൊരു പ്രൊസീജിയറാണ്. ഫസ്റ്റ് തന്നെ ഒരു ഓഡീഷൻ കോൾ പോവുകയും അതിൽ നിന്നൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുകയും അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കണ്ടസ്റ്റൻസിനെ ഫുള്ളി ചെക്കപ്പ് വരെയും ചെയ്തിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രൊസീജിയറാണ്. ഇത്രയും വലിയൊരു പ്രൊസീജിയർ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് നല്ലതുപോലെ പണിയെടുക്കേണ്ടി വരും ഈ ഒരു സീസൺ 8 മാർച്ച് മെയ് ഏപ്രിൽ മാസങ്ങളിലൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ കിട്ടിയൊരു അപ്ഡേറ്റ് ശരിയാണോ എന്നുള്ളത്. ഒരുപാട് പേരുകൾ ഒരുപാട് ജെന്യുവൻ ആയിട്ടുള്ള അക്കൗണ്ട്സിൽ നിന്ന് ഈ പറയുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ 8 വളരെ വളരെ അടുത്തെത്തി അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ വരും എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടി കാത്തിരിക്കുന്നവർ ആരൊക്കെയുണ്ട് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്